പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ സ്നേഹത്തോടെ ഉണർത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കായിരിക്കാം. ഉയർപ്പുകാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണല്ലോ സീറോ മലബാർ സഭയിൽ. നമുക്കിന്ന് പ്രത്യേകം നമ്മിൽ നിന്ന് വേർപെട്ടു പോയവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-ാം വചനം ധ്യാനിക്കാം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ക്രൈസ്തവ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാ സാഹചര്യത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവർക്കാണ് മടി കൂടാതെ ലജ്ജ കൂടാതെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക. കർത്താവിന് വേണ്ടി ജീവൻ ഹോമിച്ച് രക്തസാക്ഷികളായി മാറിയ ആദിമ ക്രൈസ്തവരെയും വിശുദ്ധാത്മാക്കളെയും നമുക്ക് നോർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയെ അനുഭവിച്ചറിയാൻ, അവസാന ശ്വാസം വരെ അങ്ങയെ പ്രഘോഷിക്കാൻ, അങ്ങേക്ക് സാക്ഷ്യം നൽകാൻ വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതാരാധന കൂട്ടായ്മയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും അങ്ങയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.